ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ അധ്യാപകരോടും പ്രധാന അധ്യാപകരോടും ആവശ്യപ്പെട്ടെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നതിനെതിരെ പ്രവേശനോത്സവ ദിവസത്തിൽ രക്ഷിതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പുതിയ അധ്യയന വർഷത്തിന് 2 ദിവസം മാത്രം ശേഷിക്കുകയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാൻ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ അധികൃതർ തീരുമാനിച്ചത്. സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുൻപ് മാത്രമാണ് 7 പേർക്ക് ഡിവിഷൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചത്. അവസാന നിമിഷം മറ്റൊരു സ്കൂളിൽ എങ്ങനെ പ്രവേശിക്കുമെന്ന മാതാപിതാക്കളുടെ ആശങ്ക വലിയ പ്രതിഷേധമായി മാറി. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ തീരുമാനം പിൻവലിച്ചതായി പ്രധാന അധ്യാപിക അറിയിക്കുകയായിരുന്നു. ആദ്യ ദിവസം തന്നെ പ്രവേശനം വിവാദമായതിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. 6 കുട്ടികൾ മാത്രമേ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളൂ എന്ന കാരണത്താലാണ് ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനമുണ്ടായത്. എന്നാൽ ഇക്കാര്യം രക്ഷിതാക്കളെയോ PTA കൃത്യമായി അറിയിച്ചില്ല. സംഭവത്തിൽ വിശദീകരണം ആരാഞ്ഞപ്പോൾ കൃത്യമായ മറുപടി ഉപഡയറക്ടർക്ക് ലഭിച്ചില്ല. ഇതോടെയാണ് രേഖാമൂലം വിശദീകരണം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇംഗ്ലീഷ് മീഡിയം ഇനിയിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് രക്ഷിതാക്കളെ അറിയിച്ചു എന്നാണ് പറയുന്നത്. 8ാം ക്ലാസ് വരെ അവിടെ സ്ഥിരമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്നും അവരെ എങ്ങനെയെങ്കിലും ക്ലാസ്സുകൾ അവർക്ക് എടുത്തു കൊടുത്ത് അവരെ 9ലും 10ലും തുടർന്ന് വന്ന പോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷം ഒരു നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കിയതിനെതിരെ നമ്മൾ അധ്യാപകരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. പ്രധാന അധ്യാപിക സ്ഥലം മാറിപ്പോയെങ്കിലും ഇവർ തന്നെ മറുപടി നൽകണമെന്ന് DDE അറിയിച്ചു. സാങ്കേതികത്വത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ലംഘിക്കില്ലെന്നും DDE പറഞ്ഞു. ന്യൂസ് മലയാളം, ഇടുക്കി.